ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഹാസഖ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഇന്ന് ആരംഭിക്കും. നിലവിൽ 12 മണ്ഡലങ്ങളിലാണ് മഹാസഖ്യത്തിലെ നേതാക്കൾ പരസ്പരം മത്സരിക്കുന്നത്. രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിലേക്കുള്ള നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി നാളെ അവസാനിക്കും. വിനീത VG ബീഹാറിൽ നിന്നും തത്സമയം ചേരുന്നു. ഗുഡ് മോർണിംഗ് വിനീത, വിശദാംശങ്ങൾ. വെരി ഗുഡ് മോർണിംഗ് SKN. സൂചിപ്പിച്ചതുപോലെ തന്നെ മഹാസഖ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം ഇന്ന് ആരംഭിക്കുമെന്നാണ് നേതാക്കൾ അറിയിച്ചിരിക്കുന്നത്. അതിനു മുൻപായി ഒരു വാർത്താ സമ്മേളനം ഉണ്ടാകുമെന്നും നേതാക്കൾ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ആ വാർത്താ സമ്മേളനം എവിടെ വെച്ചാണെന്നോ അല്ലെങ്കിൽ എപ്പോഴാണെന്നുള്ള കാര്യത്തിൽ ഇനിയും വ്യക്തതയായിട്ടില്ല. അതേസമയം ഈ മഹാസഖ്യത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് നേരിട്ടിടപെടുന്നു എന്നുള്ള ചില വാർത്തകൾ കൂടിയാണ് ലഭിച്ചിരിക്കുന്നത്. അശോക് ഗെഹ്ലോട്ട് നേരിട്ട് തേജസ്വി യാദവുമായി സംസാരിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായി പറയേണ്ടത് നിലവിൽ 12 മണ്ഡലങ്ങളിലാണ് ഈ മഹാസഖ്യത്തിലെ നേതാക്കൾ തന്നെ പരസ്പരം മത്സരിക്കുന്നത്. അതിൽ ലാൽഗഞ്ചിൽ നിന്ന് ഒരുപക്ഷെ കോൺഗ്രസ് പിന്മാറിയേക്കുമെന്നുള്ള ചില വിവരങ്ങൾ കൂടി ലഭ്യമാവുന്നുണ്ട്. പക്ഷേ ഇക്കാര്യത്തിലും സ്ഥിരീകരണമായിട്ടില്ല. ഇക്കാര്യങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്ന് നേതാക്കൾ പറയുമ്പോഴും ആ ചർച്ച ഇങ്ങനെ നീണ്ടുപോകുന്ന ഒരു സാഹചര്യം തന്നെയാണ് മഹാസഖ്യത്തിലുള്ളത്. അതിനിടെ ഇന്നലെ പ്രശാന്ത് കിഷോർ, ജൻസുരജ് പാർട്ടി നേതാവ്, അദ്ദേഹം ചില ആരോപണങ്ങൾ കൂടി മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. BJP തങ്ങളുടെ സ്ഥാനാർത്ഥികളെ ഭീഷണിപ്പെടുത്തുന്നു എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ആരോപണം. ആ ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്ന് 3 സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രികകൾ പിൻവലിച്ചുവെന്നും ഇതൊരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ലെന്നും ജൻസുരജ് പാർട്ടി നേതാവും ആരോപിച്ചിട്ടുണ്ട്. NDA സംബന്ധിച്ചിടത്തോളം വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് NDA ക്യാമ്പുകളുള്ളത്. ഇതിനോടകം തന്നെ എല്ലാ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടും NDAയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ ആ പ്രചരണ പരിപാടികൾ കൂടുതൽ ശക്തമാവുന്നത് 24-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബീഹാറിലേക്ക് എത്തുകയും അദ്ദേഹം ചില പൊതുറാലികളിലും ഒപ്പം തന്നെ പൊതുസമ്മേളനങ്ങളിലും ഒക്കെ അദ്ദേഹം പങ്കെടുക്കുകയും ചെയ്യും. അതിനുശേഷം ഞങ്ങളുടെ പ്രചരണം കൂടുതൽ ശക്തമാക്കി മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് NDA നേതാക്കളൊക്കെ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് NDA ക്യാമ്പുകളും ഉള്ളത്. JDUന്റെ പ്രചരണം ഇന്നലെ മുഖ്യമന്ത്രി നിതീഷ് കുമാർ തന്നെ തുടക്കം കുറിച്ചിട്ടുണ്ടായിരുന്നു. ബീഹാറിൽ ഇതിനോടകം ഏർപ്പെടുത്തിയിരിക്കുന്ന വികസന പദ്ധതികൾ, ജനകീയ പദ്ധതികളൊക്കെ ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് NDAയുടെ പ്രചരണം. താങ്ക് യു വിനീത. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.